കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ പ്രത്യേകിച്ചും ചൊവ്വാഴ്ച മുതൽ മധ്യഭാഗം വളരെ ഗുണമാണ്. 3 ദിവസങ്ങൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങൾ ഇവർക്ക് പൊതുവേ ഗുണകരമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ കാലമായി ഇവരെ അലട്ടിയിരുന്ന ചില കടബാധ്യതകളിൽ നിന്ന് താൽക്കാലികമായ മോചനമെങ്കിലും ലഭിക്കുന്നു. ശത്രു എന്ന മട്ടിൽ നമ്മെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ നക്ഷത്രക്കാരെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരുന്നവർ അതിന് ഒരു നിയന്ത്രണം വരുത്തുന്നതായും കാണുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ അവർ എല്ലാം പറഞ്ഞ് സമാധാനമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തടസ്സങ്ങൾ, ജോലിസ്ഥലത്തെ തടസ്സങ്ങൾ, അതുപോലെ തന്നെ കടബാധ്യതയുടെ പ്രശ്നങ്ങൾ ഒക്കെ മാറുന്നു. പകുതി മനസ്സിന് ആശ്വാസം കിട്ടുമ്പോൾ ശരീരത്തിൻ്റെ രോഗാവസ്ഥയ്ക്കും ഒരു മുക്തി ലഭിക്കുന്നു ഇവർക്ക്. അപ്പോൾ രോഗമുക്തിയും ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, തങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോയിരുന്ന പണം മറ്റുള്ളവർ തിരിച്ചു തരാനുള്ള ഒരു ആഴ്ച കൂടിയാണിത്. നഷ്ടപ്പെട്ടു പോയ വസ്തു വേണമെങ്കിലും തിരികെ കിട്ടാം. അതുകൊണ്ട് പൊതുവെ ഈ ആഴ്ച ഇവർക്ക് ഗുണകരമാണ്. സാമ്പത്തികമായും പ്രവർത്തനപരമായും ഒക്കെ ഗുണം. പൊതുവെ ജീവിതത്തിൽ ഉല്ലാസവും സന്തോഷവും ഒക്കെ നിറയുന്ന ഒരു അവസരം കാണുന്നുണ്ട്. ജീവിത പങ്കാളിക്ക് ചെറിയ തോതിലുള്ള അസുഖം, പ്രത്യേകിച്ച് കണ്ണ് സംബന്ധമായോ മുഖത്തോ പല്ലിനോ എന്തെങ്കിലും അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 30, 31, 1 ഉച്ചവരെയും ഗുണമുള്ള ദിവസങ്ങളാണ്.